കറി ഉണ്ടാക്കിയിട്ടില്ല, അടുപ്പിൽ കിടക്കുന്നേ ഉള്ളൂ. ഹോട്ടൽ മുതലാളിയായ ഞാൻ വന്നാൽ ഇവിടുത്തെ പാചകക്കാരൻ അമ്പഴക്കുട്ടിന് വരാൻ സമയമായില്ല പോലും. കുഴപ്പമില്ല, വരാതിരിക്കുന്നത് നല്ലത്. അവൻ പാചകം തുടങ്ങി അതിന്റെ മണം അടിച്ചാൽ വന്നിരിക്കുന്ന ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചിട്ട് പോകും. ദൈവമേ, ഇന്ന് വരല്ലേ ദൈവമേ. ഭക്തിഗാനത്തോടുകൂടി തുടങ്ങിക്കളയാം. ഭക്തിഗാനം എന്ന് പറഞ്ഞിട്ടുള്ള അവന്റെ എൻട്രി മ്യൂസിക് ഇപ്പൊ എവിടെന്നെങ്കിലും വിളിച്ചാടി വരും. ദൈവമേ, ഓ അണയുന്നു ഇല്ല. ആ അമ്പിളിക്കുട്ടാ, നമ്മളെ കളഞ്ഞു പോയ ഫോർക്ക് കിട്ടി. എവിടെ പിന്നെ ഞാൻ മറ്റേ മീശയും താടിയൊക്കെ വരച്ചു വെച്ചേക്കുവാ. നിനക്ക് നാണം ഇല്ലടാ, പോത്ത് പോലെ വളർന്നില്ലേ? ഇനി മീശയും താടിയും വളർന്നില്ലെങ്കിൽ വല്ല ഓയിലും വാങ്ങി തേക്കണം. എഞ്ചിനോയിൽ കൂടെ ഉള്ളു മേടിച്ച് തേക്കാൻ വരത്തില്ല മീശ. നന്നായി. ഓ മാച്ച് കള. എങ്ങനെയുണ്ട്? ഞാൻ ഈ മീശയൊക്കെ വരച്ച് ഇതൊക്കെ ഇട്ടപ്പോ എന്ത് തോന്നുന്നു മലയാളിക്ക്? കൊള്ളാം, കൺമഷി തുടച്ചിട്ടിരുന്ന ടിഷ്യൂ പേപ്പർ പോലെ ഉണ്ട്. മാച്ച് കളയടാ അതൊക്കെ. അത് ഇരിക്കട്ടെ, ഒരു സ്റ്റൈലാണോ സാർ ഉദ്ദേശിച്ചത്? ഇത് മറ്റേ ഇത് ചപ്പ് ചപ്പല്ല, ചവറ്. മറ്റേ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉള്ള അത് ഷെഫ്. ഉദ്ദേശിച്ചത് ഭയങ്കര. അന്നേരം ഇവിടെ വന്നത് ഇങ്ങനെ ഡ്രസ് ഇട്ടുണ്ട്. പൊന്നു മലയാളി, ഇത് മാട്ട കടയില്ലേ? ഇതെങ്കിലും കണ്ട് 10 പേര് കയറി വരട്ടെ. കയറി വരും. നീ അല്ലേ പാചകം ചെവിക്കകത്ത് പഞ്ഞി വെച്ചിരിക്കുന്ന ഞാൻ വിളിക്കുന്ന ചീത്തക്കാരിക്കാനാണ്. അല്ലല്ലല്ല, ഇന്നലെ തിളച്ച വെള്ളം കാലിൽ വീണു. കാലിൽ തിളച്ച വെള്ളം വീണ ചെവിക്കകത്ത് എന്തിനാണ് പഞ്ഞി? എന്റെ കയ്യിൽ നിന്ന് തിളച്ച വെള്ളം എന്റെ ഭാര്യയുടെ കാലിലൊന്ന് വീണു. എടുത്തുകള. സമയത്തിന് വരത്തുമില്ല. എടാ, ഒരു ഷെഫ് ആണോ ആദ്യം എന്താണ് വേണ്ടതെന്ന് അറിയാമോ? എന്താണ് വേണ്ടത്? ഒരു ഷെഫിന് ആദ്യം എന്താണ് വേണ്ടത്? പിന്നെ ആദ്യം വേണ്ടത് മറ്റേ ഇങ്ങനെയൊക്കെ ഉപ്പിടാനൊക്കെ അറിയണം. ഇങ്ങനെ അങ്ങനെ ഉപ്പിടുന്നത് അങ്ങനെയാണ് അവരുടെ സ്റ്റൈല്. എടാ അതല്ല, കൃത്യനിഷ്ഠ വേണം. കറക്റ്റ് സമയത്തിന് വന്ന് പാചകം തുടങ്ങണം. നീ കറക്റ്റ് സമയത്തിന് വരാറില്ല. അയ്യോ അതല്ല മൊലാളി, ഇന്ന് ഞാൻ കറക്റ്റ് സമയത്ത് വരണമെന്ന് വിചാരിച്ചതാ. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഒരു സുന്ദരി കൊച്ച് സ്കൂട്ടർ കൊണ്ട് എന്റെ മുമ്പ് എടുത്തിട്ട് ചോദിക്കുകയാണ് ലിഫ്റ്റ് വേണോന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഒരു സുന്ദരി കുട്ടി ലിഫ്റ്റ് വെച്ചിട്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്? മൊലാളിക്ക് അത് പറയാം. എന്റെ വീട് ഒരു നിലയേ ഉള്ളൂ, അതിനകത്ത് ലിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഓടുമ്പത്ത് വെളിയിൽ പോയി. എടാ, ഇവിടെ പാചകം ചെയ്തിട്ടില്ല, ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചില്ല, നീ എവിടെ കറങ്ങി നടക്കായിരുന്നു? നിനക്ക് എന്തായിരുന്നു ഇന്നലെ എവിടെ വരാത്ത? നീ ഇന്നലെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു മൊലാളി. വീട്ടിലുണ്ടായിരുന്നിട്ടാണ് ഇവിടെ ജോലിക്ക് വരാത്തത്? പക്ഷെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. നീ തിരക്കായിരുന്ന? ഞാൻ വിളിച്ചിട്ടും ഭയങ്കര തിരക്കായിരുന്നല്ലേ, കിട്ടിയില്ല. എന്തായിരുന്നു കാര്യം? അത് ഞാൻ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഫോൺ എടുത്ത് എന്നെ തന്നെ വിളിച്ചു. അപ്പൊ അവര് പറയാണ് നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ തിരക്കിലാന്ന്. ഞാൻ ഭയങ്കര തിരക്കിലാണ് മൊലാളി. കൈവാക്കിനോ നിൽക്കരുത് കറക്റ്റായിട്ട്. പിന്നെ ഞാൻ എടുത്തൊരു കാര്യം ഞാൻ പറയാം. പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്തോ. ഞാൻ ഇവിടെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് കാണില്ല. എവിടെ പോന്നു? ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. എനിക്ക് ഷുഗറിന്റെ പ്രശ്നം ഉണ്ടെന്നോ, കൈയൊക്കെ വിറയിലും. ടെസ്റ്റ് ചെയ്യണം. അല്ല ഭ്രാന്ത് ഉണ്ടാ മൊലാളി. ഈ ആശുപത്രി പോയി പൈസ കളയുന്നത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഒറ്റ ഐഡിയ ഉള്ളൂ. അവിടെ മരം കണ്ട അവിടെ പോയി മുണ്ടും മടക്കി കുത്തി ഇരുന്ന് മൂത്രം ഒഴിക്കുക. അപ്പൊ ഈ മൂത്രത്തിൽ ഉറുമ്പരിച്ചാൽ ഷുഗർ ഉണ്ട്. ഇനി അവിടുത്തെ പുൽനാമ്പുകൾ കഴിഞ്ഞാലോ മുതലാളിക്ക് മൂത്രത്തിൽ ഉപ്പിന്റെ അസുഖം. ഇനി പൊക്കെ മുണ്ട് താത്തിടാൻ മറന്നുപോയാൽ മുതലാളിക്ക് അൽഷിമേഴ്സും ഉണ്ട്. എന്തോന്ന് പറഞ്ഞാലേ അതല്ലടാ, അവിടെ പോയി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ മരുന്ന് കഴിക്കണമെന്ന് അറിയാൻ പറ്റുമോ? മരുന്നൊന്നും കഴിക്കണ്ടെന്ന്. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ മതി. നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന എന്തിനാണെന്നറിയാമോ? എന്തിനാണ് അമ്പിളിക്കുട്ട? അത് ചവച്ച് തിന്നാൻ പറ്റാത്തത്. ഒരു സാധനം തൊണ്ട പാചകം ചെയ്യണം. എനിക്കറിയാമായിരുന്നു മുതലാളി എന്റെ അടുത്ത് ഇതൊക്കെ പറയൂ. കണ്ടാ ഊണ് റെഡി. അത് മുതലാളിയുടെ സേഫ്റ്റിക്ക്. മുതലാളി നീതി പാലിക്കുക, അത് എന്റെ സേഫ്റ്റിക്ക്. ദ്രോഹം ചെയ്യരുത്, എന്തെങ്കിലും ജോലി ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ആ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ നമുക്ക് ഫുഡ് കൊടുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, നല്ല രീതിയിൽ നോക്കണം. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചായ കൊടുക്കൂലേ, ഇങ്ങനെ വിരൽ മുക്കി അങ്ങനെ കൊടുക്കരുത്. ആ ശ്വേതാമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അവരൊക്കെ ചായ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് കൊടുക്കാൻ നിൽക്കണ്ട. നീ അവിടെ ടീ ബാഗ്, പാല്, പിന്നെ അതുപോലെ കപ്പ്, സോസർ, അതുപോലെ വെള്ളം എല്ലാം ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അവർ ആവശ്യത്തിന് ഉണ്ടാക്കി കഴിച്ചോളും, ചായ തയ്യാറാക്കി കഴിച്ചോളും. അപ്പൊ അവിടെ പഴംപൊരി ചോദിച്ചാൽ ഞാൻ പഴം, മാവ്, ചീച്ചട്ടി എണ്ണ എല്ലാം ചായ ഞാൻ കൊടുത്തോളാം, അതുപോലെ ഞാൻ പൊക്കോളാം. പിന്നെ ഒരു കാര്യം, ശ്വേതാ മേഡത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? അതിന് ടെൻഷൻ അടിക്കണ്ട, അവർക്ക് എന്ത് കൊടുത്താലും നമുക്ക് കിട്ടാനുള്ള കിട്ടുമല്ലോ. നീ കാരണം നീ കിട്ടുന്നുണ്ട്. ആ ബാങ്ക് മാനേജറിനെ തിരക്കി കിടക്കുകയാണ്. ഇന്നലെ നീ ഇവിടെ വന്നപ്പോ എന്തോ പറഞ്ഞു അയാളടുത്ത് എന്തോ ആ മാനേജറുള്ള ബാങ്കിൽ തന്നെ എനിക്കും അക്കൗണ്ട്. മനസ്സിലായ? അങ്ങനെ ഇവിടെ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ചൈനീസ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ജർമ്മൻ എല്ലാ ഫുഡും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വായിലും നാക്കിലും ഞാൻ വെള്ളം വരെ വരുത്തിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്നും കൂടില്ലെന്ന്. അങ്ങനെ ചെയ്യാൻ പോയത് ഇല്ലാത്ത ആഹാര സാധനങ്ങൾ എന്തിനാ? അവരെ
ATM-ന്റെ അകത്ത് കയറുമ്പോ ഇങ്ങനെയാ, നമ്മൾ കാർഡ് ഇടും, നമുക്ക് ഏത് അക്കൗണ്ടാന്ന് ചോദിക്കും, നമ്മളെ പാസ്വേഡ് ചോദിക്കും, എത്ര രൂപ ആണെന്ന് ചോദിക്കും, എല്ലാം കുത്തി കാത്തിക്കും, പറയും ഈ ATM-ൽ പൈസ ഇല്ല, വേറെ ATM-ലോട്ട് പണിക്ക് ഞാൻ അങ്ങോട്ടൊരു പണി കൊടുത്താ. എങ്ങനെയുണ്ട്? എന്നതുപോലെ ചവച്ചോണ്ടിരിക്കുന്ന എന്തോ ചവയ്ക്കുന്നത്? ബബിൾ കം. തുപ്പിക്കളടാ. തുപ്പിക്കളയില്ല, ഞാൻ പറ്റിക്കാൻ വേണ്ടി ചവയ്ക്കുന്നയാ. ആരെ പറ്റിക്കാൻ? എന്റെ വയറ്റിലെ കൊക്കോ പുഴു. എങ്ങനെയാണോ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചവയ്ക്കുമ്പോൾ കൊക്കോ പുഴു വയറ്റിൽ കിടന്ന് നോക്കിയിട്ട് ആഹാ അവൻ എന്തോ ചവയ്ക്കുന്നുണ്ട്, ഇപ്പൊ തുപ്പിക്കളയും, കൊക്കോ പുഴു ചമ്മി പോയി. ശരീരത്തിനകത്തുള്ളവർക്കും സ്വസ്ഥതയില്ല, പുറത്തുള്ളവർക്കും സ്വസ്ഥതയില്ല. പരമ കഷ്ടമേ. ഞാൻ ചോദിക്കുന്നത്, ഈ കടയിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്നും ആഹാരം ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ കയറാത്തത്. എന്തെങ്കിലും വെറൈറ്റി ഫുഡ് വേണോ? വെറൈറ്റി ഫുഡ് എന്റെ മനസ്സിൽ ഒരെണ്ണം ഉണ്ട് മലയാളി. എന്താണ്? മസാല പൂരി. ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പൂരി മസാല. അതല്ലെന്ന്, ഇത് മസാല പൂരി. മസാല പൂരി അതെങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഗോതമ്പ് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോ പൊങ്ങി വരും. അത് പൂരി കറി വഴി വെക്കാതെ. എന്നിട്ട് നമ്മൾ ഉരുളക്കറിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് മസാലയൊക്കെ ഇട്ട് കറിയൊക്കെ ഉണ്ടാക്കി വെക്കും. അതിങ്ങനെ ഇങ്ങനെ കൊണ്ട് വെക്കും. ആണ് പൂരി മസാല. ഇത് പൂരി മസാല. ഇത് നമ്മൾ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കും. മസാല പൂരി കൊല്ലിക്കാൻ വേണ്ടി ഓരോരോ കടകൾ. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇവിടെ കച്ചവടത്തിന് ആൾക്കാർ കയറാത്ത? എന്താണ് മോശമാണ് ഇവിടെ? ആകെ ഒരു വൃത്തം മാത്രമാണ് വന്നിരിക്കുന്നത്. ഞാൻ പിടിച്ചോണ്ടുവന്ന വൃദ്ധനാണ്. അയാൾ ബാർബർ ഷാപ്പിൽ ഇരുന്നാണ്. മുതലേ കൗണ്ടർ കേട്ടിട്ടില്ലേ പണ്ടത്തെ ഹോട്ടൽ എന്ന് കരുതി ഒരാൾ ബാർബർ ഷാപ്പിൽ കയറി. അയാൾ വയസ്സായിട്ട് ആ ബാർബർ ഷാപ്പിൽ ഇപ്പോഴും കയറി ഇറങ്ങും. ഹോട്ടലിൽ കയറി ഞാൻ പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അയാൾ മുടിവെട്ടാനാ ഷേവിയാനാ ഒന്നായിരിക്കും. പറഞ്ഞു വിടടേ. പരമ കഷ്ടം തന്നെ. നിനക്കൊരു ഉപകാരത്തിനും ഇല്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്ന ഈ ഹോട്ടൽ പുതിയ എന്തെങ്കിലും ഷെഫിനെയൊക്കെ വെച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലോ? അതൊന്നും അല്ല മുതലാളി. നമ്മൾ വെറുതെ കട മാത്രം കെട്ടിട്ടിട്ട് കാര്യമില്ല. ഇതിന് പരസ്യം പബ്ലിസിറ്റിയോ കൊടുക്കണം. ഹോട്ടലിനാ പരസ്യം? പിന്നെന്തു കൊടുത്താ? ഞങ്ങളവിടെ ഒരു അമ്മച്ചിരി ഒരു കടയുണ്ട്. അവിടെ ആകെപ്പാടെ മുറുക്കാനും ബീഡി സിഗരറ്റ് മാത്രമേ ഉള്ളൂ. ആ അമ്മച്ചി വരെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞാനല്ലേ ആ പരസ്യം എഴുതിയത്. പരസ്യം എഴുതിയത് പരസ്യം എന്റെ ആ കടയ്ക്ക് വരെ പരസ്യം. അമ്മച്ചിയുടെ കട പിന്നെയാണ് മോലാലിയുടെ. അമ്മച്ചിയുടെ കടയാണ്, ഞാനാണ് ആ പരസ്യം എഴുതുന്നത്. ആയിക്കട്ടെ മോലാലി. അമ്മച്ചിര കട, അമ്മച്ചിര കട. മൂട്ടിൽ പഞ്ഞി വെച്ച സിഗരറ്റ്, പഞ്ഞിയില്ലാത്ത ബീഡി, ചുണ്ടിനടിയിൽ വയ്ക്കുന്ന തലേണ എന്നീ ആരോഗ്യവർദ്ധക വസ്തുക്കൾ ലഭ്യമാകുന്ന മാന്യമായ ഒരു കട. അമ്മച്ചിര കട, അമ്മച്ചിര കട. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഒളിച്ചു നിന്ന് സിഗരറ്റ് വലിക്കാനും മുറുക്കാൻ ചവച്ച് ചെതറിച്ച് തുപ്പാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളമടിച്ച് വരുന്നവർക്ക് വീട്ടിലെത്താനുള്ള ഗൂഗിൾ മാപ്പ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെള്ളമടിച്ച് തെറി വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 1500 പുതിയ തെറികൾ അടങ്ങുന്ന പുസ്തകം തികച്ചും സൗജന്യം. അമ്മച്ചിര കട, അമ്മച്ചിര കട. ഇത് പൊളിക്കോ? ചെറിയ കടയ്ക്ക് നല്ല കടക്കല്ലേ ചെയ്തു കൊടുക്കൂടെ? ശമ്പളം വാങ്ങുന്ന കടയ്ക്ക് വേണ്ടി ചെയ്യില്ലല്ലോ. എനിക്കറിയാം മോലാളി എന്റെ ചോദിക്കുമെന്ന്. ആന്റെ അമ്മളെ ഹോട്ടലിന്റെ പരസ്യം എഴുതി വെച്ചേക്കുന്നു. വീട്ടിലേക്ക് അങ്ങോട്ട് വായിച്ചു രുചി ഹോട്ടൽ, ഹോട്ടൽ രുചി. അയ്യോ എന്നോട് പഠിച്ച ജിജി. മിതമായ ഭക്ഷണം അമിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ഏക സ്ഥാപനം. ചിക്കൻ കബാബ്, ചിക്കൻ ഗുലാബ്, ചിക്കൻ പുലാവ്, പള്ളുരുത്തി ഷിഹാബ്, ചിക്കൻ അർബാബ്. അവനാണിത് ഡബ്ബിയാള്. അവനെ ബൂസ്റ്റ് ചെയ്തിലേക്ക് പറയൂല. എന്നീ ഫാസ്റ്റ് ഫുഡുകൾ ഇവിടെ ലഭ്യമല്ല. ഞങ്ങളുടെ പ്രത്യേകതകൾ: പുട്ടിന് കടലയില്ല, ചായയിൽ പാലില്ല, ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഇല്ല, കഴിക്കാൻ പ്ലേറ്റ് ഇല്ല, കടയിൽ സാധനങ്ങളില്ല, കട തുറക്കാറുമില്ല. ഈ ഹോട്ടൽ ഞങ്ങൾ ഒരുക്കുന്ന സമ്മാന പദ്ധതി: മത്സരങ്ങളില്ല, നറുക്കെടുപ്പില്ല, വിജയികളില്ല, സമ്മാനങ്ങളും ഇല്ല. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹോട്ടൽ തൃപ്തി. അതെന്നെ നിർത്തി ഹോട്ടലിൽ നിർത്തിച്ചത്. പിന്നെ വേണമെങ്കിൽ ഒരു സഹായം നിന്നെ കൊണ്ടാണ്. ഒരു സഹായം ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഫുഡ് സേഫ്റ്റി ഒക്കെ വന്നില്ലേ, 5000 രൂപ പെറ്റി അടിച്ചിട്ട് നീ കാരണം ആ ഫ്രിഡ്ജിൽ ഇരുന്ന പഴയ ഭക്ഷണം എടുത്ത് കളയാൻ പറഞ്ഞിട്ട് കളഞ്ഞായിരുന്നു നീ. അത് ശരിയാ. 2 ദിവസം കഴിയുമ്പോൾ അവർ മിക്കവാറും വരും. 2 ദിവസം കഴിഞ്ഞല്ല, ഇന്ന് വരും. എനിക്ക് രഹസ്യം ഓരോ കിട്ടിയിട്ടുണ്ട്. നിനക്ക് പിന്നെ അത്രയും ഉണ്ട്. അതൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇത് എന്നറിയാമോ, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി ഫ്രീസറിൽ ഇരുന്ന പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഏത് പഴയ സാധനം എടുത്ത് കളഞ്ഞ? മുതലാളി മെനഞ്ഞാന്ന് മേടിച്ചിട്ട് 1200 ഐസ്ക്രീം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം പഴയതാണോ? പിന്നെ അത് ഇന്ന് ഉണ്ടാക്കിയല്ലോ, മെനഞ്ഞാന്ന് മേടിച്ച് വെച്ചല്ലേ എടുത്ത് കളഞ്ഞത്. ഉപദ്രവിക്കാതെ പോയി തരുമോ ദൈവമേ? ഒരു കാര്യം ചെയ്യും, പോയിത്താ. ഉപദ്രവിക്കരുത്. മുന്നോട്ട് പോയി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡറെങ്കിലും എടുക്കും, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു മണിയനീച്ച വന്നിരിക്കുന്നത് നല്ല ചെറുപ്പക്കാരനെന്ന് പറയാം. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളങ്ങനെ പോഴ്ത്തണം. പോയി ചോദിക്കും. ഓർഡർ എന്താ വേണ്ടേ? എനിക്കൊരു സിംഗിൾ ഓംലെറ്റ്. മലയാളി, ഈ സിംഗിൾ ഓംലെറ്റിൽ എത്ര മുട്ട ഇടണം? ഞാൻ അടിച്ചു തരാം. ഒരു മുട്ട മതി. ഒരു മുട്ട ഞാൻ ഉണ്ടാക്കാം. എടുത്തോണ്ട് വാടാ.
അയ്യോ ഭാഗ്യം കേട്ടോ, മുതലാളിക്ക് ഭാഗ്യമുണ്ട്. ആകെപ്പാടെ ഒരു മുട്ടയുണ്ട്. സിംഗിൾ ഓംലെറ്റിന് ഒരു മുട്ട മതിയല്ലോ. മതിയാ? എടാ, ഞാൻ ഉണ്ടാക്കും. നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്നു. മുതലാളി ചുമ്മാ ഇരുന്ന് ഇന്ന് ഞാനൊരു പുതിയ വെറൈറ്റി ഐറ്റം ഞാൻ ഉണ്ടാക്കും. ഓംലെറ്റിലാ? ഓംപ്ലേറ്റില് എന്താ variety? ഓംപ്ലേറ്റ് ഗുൽഗുലാബി. അത് കൊള്ളാലോ. എന്താണ് സാധനം? അത് മുതലാളി കഴിച്ചു നോക്കണം. ഇനി ഇതങ്ങോട്ട് ഫേമസ് ആവും ഈ ഫുഡ്. ആളുകൾ വന്ന് നേരാന്ന് കയറും. നോക്കിയോ? എന്റെ അടുത്ത് സ്നേഹമുണ്ട്. പിന്നെ ഈയിടെ ഇത്തിരി ബുദ്ധിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നീ ആള് മാറി പോടാ അമ്പിളിക്കുട്ടാ. അല്ല, എന്തുവാ കാണിച്ചത്? ഞാൻ എന്റെ സ്റ്റൈല് കാണിച്ചതാ. എന്റെ സ്റ്റൈൽ കാണിക്കപ്പോ ആരെങ്കിലും നിർബന്ധിച്ചാ? എന്റെ സ്റ്റൈല് കാണിച്ചില്ലെങ്കിൽ എന്റെ ആരാധകർ എന്റെ കൂടെ പിണങ്ങും. അനാഥകരിക്കല്ലേ ഇവിടെ? ആകെ ഒരു മുട്ട അല്ലാണ്ടാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്തിനാ അവന് ഓംലെറ്റ് കൊടുക്കാൻ? ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ലീലാമണി ചേച്ചി വീട് വരെ പോയിട്ട് വാ. അയ്യോ, അവള് മുട്ടയിടല്ലോ പ്രസവിക്കേ. പ്രസവിച്ചെടുക്കുക. എടാ അതല്ല, അവിടെ കോഴിയുണ്ട്, അവിടെ മുട്ട ഉണ്ട്, എടുത്തോണ്ട് വാ. ആ കോഴിയൊക്കെ അവര് വാരി വിറ്റ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? മുട്ടയ്ക്ക് എന്ത് ചെയ്യും? ടൗണിൽ പോണം മുട്ട വേണമെങ്കിൽ. ടൗണിപ്പോ ഒരു ആകെ ഒരു കച്ചവടം കൂടെ ഇല്ലാതായി കളഞ്ഞ്. എന്തിനാണ് സുഹൃത്തെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മുതലാളി അങ്ങനെ പറയരുത്. മുതലാളിക്ക് ഒരു കാര്യം ഓർമ്മ വേണം. എന്തോന്ന്? മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി. അത് എന്റെ ഭാഗ്യദോഷം. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അതെന്റെ വിവരക്കേട്. നമ്മൾ സുഹൃത്തുക്കളായി. അത് വരാനുള്ള വഴി തങ്ങില്ല. മുതലാളി എനിക്കിവിടെ ജോലി തന്നു. എന്റെ അഹങ്കാരം. ഞാൻ ഒരിക്കലും മുതലാളിയെ വിട്ടു പോകത്തില്ല. കണ്ടക ശനി കൊണ്ടേ പോവും. ഉണ്ടാ? ഉണ്ടില്ലേ? ഇല്ല. മറന്നുപോയി. അയ്യോ, ഉണ്ടല്ല. ഉണ്ട്. ഇനി പോയിട്ട് ഒരു കാര്യം ചെയ്യ്, ഈ ലിസ്റ്റിലുള്ള സാധനം വാങ്ങിച്ചിട്ടോ. ഓ ഇപ്പൊ വരാം. അയ്യോ, അയ്യോ മുതലാളി ഒരു കാര്യം മറന്നുപോയി. ലിസ്റ്റ് അല്ലേ? അല്ല, ഇതില്ലായിരുന്നെങ്കിൽ പിന്നെ